ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയം SDP യുമായി CPM ഉണ്ടാക്കി എന്ന് പറയുന്ന ധാരണയെക്കുറിച്ച് അല്ലെങ്കിൽ SDP യുടെ വോട്ട് സംബന്ധിച്ച് CPM-യുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പുതിയ ചൂടുപിടിച്ച ചർച്ചാ വിഷയം. മാർഷലെ, ഇത് CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? അപ്പോൾ SDP-യുടെ വോട്ട് ഇടതുപക്ഷത്തിനാണ് എന്നുള്ള രീതിയിലൊരു ധാരണ പറഞ്ഞിട്ടുണ്ട്. SDP-യുടെ വോട്ട് വേണ്ട എന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പറയുന്നില്ല. രണ്ട് വിഷയമുണ്ട്. അതിൽ ഒന്ന്, SDP ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി എന്നുള്ള പ്രയോഗം തെറ്റാണ്. അങ്ങനെ ഒരു ധാരണയില്ല. SDP ആയിട്ട് CPM വോട്ട് കൊടുക്കാൻ തയ്യാറാകുന്നു, വേണ്ട എന്ന് CPM പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം ഒരു ധാരണയില്ല എന്നുള്ള കാര്യം സത്യമാണ്. കാരണം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല. കരാറായിട്ട് നമ്മൾ മുന്നണിയായിട്ടോ അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞൊരു ധാരണയോ ചർച്ചയോ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാൻ LDF-ന് അല്ലെങ്കിൽ CPM-ന് എത്രമാത്രം സാധ്യമാകും എന്നുള്ള വിഷയമാണ്. ഒരു കാരണവശാലും വർഗീയവാദികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മതരാഷ്ട്രവാദം പറയുന്നവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് LDF, അതിൽ തന്നെ CPM. അതേ CPM RSS-ന്റെ വോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. RSS-ന്റെ വോട്ട് 1979 തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിലാണ് വളരെ കൃത്യമായി പറഞ്ഞത്, RSS-ന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സീറ്റ് RSS-ന്റെ വോട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, ഇനിയും കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ഞങ്ങൾ ജയിക്കുന്നില്ല എങ്കിൽ RSS-ന്റെ വോട്ട് വാങ്ങി ഞങ്ങൾ ജയിക്കേണ്ട, പരാജയപ്പെട്ടോട്ടെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അവസാന വാർത്താ സമ്മേളനത്തിൽ പോലും അത് ആവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് RSS എന്ന വർഗീയ കക്ഷിയുടെ വോട്ട് വേണ്ട എന്ന്. അതേപടി തന്നെയാണ് നമ്മൾ SDP-യും CPM വിശേഷിപ്പിച്ച് കേട്ടേക്കുന്നത്. SDP ഒരു വർഗീയ പാർട്ടിയാണോ അല്ലെങ്കിൽ ഒരു വർഗീയ ശക്തിയാണോ, മതരാഷ്ട്രവാദം പറയുന്ന പാർട്ടിയാണോ എന്നുള്ള ചർച്ച വരുമ്പോൾ 2009 അവർ ഒരു പ്രസ്ഥാനമായി SDP-യുമായി ബന്ധപ്പെട്ട മതരാഷ്ട്രവാദത്തിന്റെ പ്രശ്നമില്ല എങ്കിൽ തന്നെയും ഭൂരിപക്ഷ വർഗീയ പോലെ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു പാർട്ടി. അതേ സംഘടനയുടെ SDP പോലെ ഒരാൾ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്തുണച്ചോളൂ എന്ന് പറയും. തെരഞ്ഞെടുപ്പ് നിങ്ങൾ പിന്തുണച്ചോളൂ എന്ന് പറയും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളൊരു വർഗീയ പാർട്ടിയാണ്, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന രീതി ശരിയല്ല. കേരളത്തിൽ പകൽ പോലെ വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പലയിടത്തും തൂക്കുസഭകൾ വരുന്ന സമയപ്പോൾ പല പഞ്ചായത്തിലും SDP പിന്തുണയ്ക്കുന്നു, LDF ഭരണം ഏറ്റെടുക്കുന്നില്ല, അത് വീണ്ടും മാറുന്നു. അങ്ങനെ എത്രയോ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുണ്ട് ഇവിടെ. ആ ഒരു സാഹചര്യം നിലനിൽക്കെ ചെയ്ത് ഇപ്പോൾ SDP-യുടെ വോട്ട് അവർ കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല, ഒരു ആരോപണത്തിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായ സമീപനമല്ല. ഒരു സംഖ്യ നമ്മളെപ്പോഴും ഓർക്കണം, 98, 68, 91, 99 കഴിഞ്ഞ 4 തവണയായിട്ട് കേരളത്തിൻ്റെ നിയമസഭകളിൽ ഇവിടെ LDF-ന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. 98 സീറ്റ് VS-ന്റെ നേതൃത്വം നേടി വന്നിട്ടുണ്ട്. 2011 68 സീറ്റ് നേടുന്നുണ്ട്. 2 സീറ്റിന് 3 സീറ്റിന് മാത്രമാണ് പിന്നെ നിൽക്കുന്നത്. അതിനുശേഷം 91 ഒന്നാം പിണറായി, 99 രണ്ടാം പിണറായി. ഇതിൽ ഏത് SDP-കാരൻ്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് ഇത്രയും സീറ്റ് കിട്ടിയത്? ഒരിക്കലുമല്ല. അപ്പോൾ ആ ഒരു ഉറപ്പുള്ള ഒരു കേരളത്തിൽ ഇപ്പോൾ അത്തരം ഒരു വോട്ട് സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനകത്ത് കൃത്യമായ മറുപടി പറഞ്ഞ് അതിൽ ആ SDP-യുടെ പേര് പറഞ്ഞുകൊണ്ട് ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, തോക്കട്ടെ എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അനന്ത, ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം ഇതിനകത്ത് എവിടെയാണ് SDP-യുടെ വോട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് മാർഷൽ ചോദിക്കുന്നു. പക്ഷേ 2006-ലാണെങ്കിലും 2016-ലാണെങ്കിലും 2021-ലാണെങ്കിലും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് നന്നായിട്ട് ഇടതുമുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയതുപോലെ കിട്ടാൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ, എങ്കിൽ ബാക്കി ആ ഒരു ഒറ്റ ബ്ലോക്കായിട്ട് നിൽക്കുന്ന, ഇടതുപക്ഷത്തിനെതിരായിട്ട് നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതല്പം ഒന്ന് പിളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ PDP ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ SDP-ഐ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ AP കാന്തപുരം വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന പരമാവധി മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് സ്വീകരിക്കുക എന്ന് പറയുന്ന നിലപാടുണ്ട്. ഇതിൽ ഈ SDP-യുടെ വോട്ട് വേണോ വേണ്ടേ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് SDP-യെ CPM ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ? ഇപ്പം മാർഷൽ അവസാനിപ്പിച്ചതുപോലെ തന്നെ SDP-യുടെ വോട്ട് വേണ്ട എന്ന് CPM പറയുമോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനും സാധ്യത കുറവാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പല മണ്ഡലങ്ങളുടെയും ഈ ലാസ്റ്റ് ലാപ്പിലുള്ള പ്രചരണ ഘട്ടം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഏറ്റവും നിർണായകമായി, ഇപ്പോൾ നിയമമണ്ഡലത്തിലടക്കം നിർണായകമായി നിൽക്കുന്നത് മുസ്ലിം വോട്ടുകളാണ്. ഈ മുസ്ലിം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലുണ്ടായിരുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ, ബൾക്കായിട്ട്
ലീഗിനും അപ്പുറം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് UDF-ലേക്ക് പോൾ ചെയ്യപ്പെടും എന്നുള്ളതായിരുന്നു. അങ്ങനെയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കത്തിലും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, SDP-യുടെ പിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ CPM ഏറ്റവും കൂടുതൽ UDF-നെ ആക്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും SDP-യുടെ വോട്ടും അവർ ഈ UDF ആ ഘട്ടത്തിലും SDP-യുടെ വോട്ട് വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് SDP ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തത് എന്നുള്ളത്, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളിലും SDP ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് അനുകൂലമായി UDF-ഉം കോൺഗ്രസും നിലനിന്നില്ല എന്നതുകൊണ്ടാണ്. ആ ഘട്ടത്തിൽ അവർ LDF-നെ പിന്തുണയ്ക്കാൻ പോകുമ്പോൾ LDF കിട്ടുന്നതാട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് അവസാന ഘട്ടത്തിൽ വരുന്നു. ആ ഗതികേടിലേക്ക് CPM വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിയമമണ്ഡലത്തിൽ ശിവൻകുട്ടിക്ക് ടൈറ്റായ സമയത്ത് ഇപ്പോൾ അവർ തന്നെ പറഞ്ഞല്ലോ, SDP തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ ഞങ്ങൾ പിന്തുണച്ചത് ശിവൻകുട്ടിയെയാണെന്ന്. പക്ഷേ അത് പരസ്യമായൊരു പിന്തുണ അവിടെ SDP-യുടെ ഭാഗത്ത് നിന്ന് വന്നില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പക്ഷേ അത് LDF-നെ വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നിയമമണ്ഡലത്തിലായാലും മറ്റു മണ്ഡലങ്ങളിലായാലും അത് ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അത് നമ്മൾ ഈ UDF അതായത് LDF-ലേക്ക് പോകേണ്ട ചില വോട്ടുകൾ അത് UDF-ലേക്കോ BJP-ലേക്കോ പോകാനുള്ള വഴിയാണ് ഇതുകൊണ്ട് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.